ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരിൽ നെഹ്റു നഗറിലാണ് ഉള്ളത്. ഞങ്ങളിവിടെ വന്നിട്ട് 8 മാസത്തോളമായി. ഓൺലൈൻ ക്ലാസ് ഒക്കെ അല്ലേ, അതുകൊണ്ടാണ് നാട്ടിലേക്ക് വരാത്തത്. ഇവിടെ നിന്നും 1.5 കിലോമീറ്റർ അകലെയാണ് ഉപ്പപ്പയുടെ റെസ്റ്റോറൻറ്റ്. അത് സിത്രയിലാണ്. അപ്പോൾ ഞങ്ങൾ റെഡിയായി, ഇനി നമുക്ക് പോകാം. ഇതാണ് കോവൈ ദർബാർ ഫാമിലി റെസ്റ്റോറൻറ്റ് ഫസ്റ്റ് വൺ. ഇത് സിത്രയിലാണ്. 2003 ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. 17 വർഷത്തെ എക്സ്പീരിയൻസ് കൂടിയുണ്ട്. ഞങ്ങളുടെ സെക്കൻഡ് കോവൈ ദർബാർ ഫാമിലി റെസ്റ്റോറൻറ്റ് ഇത് നെഹ്റു നഗറിലാണ്. ഇത് 2013 ഇതിൻ്റെ ഓപ്പണിംഗ് നടന്നത്. ഇതാണ് ലാസ്റ്റ് വൺ കോവൈ ഗേറ്റ് റെസ്റ്റോറൻറ്റ്. LND ബൈപ്പാസിലാണ്, പാലക്കാട് മെയിൻ റോഡ്. 2019 ഓപ്പണിംഗ്. ഇന്ന് നമ്മൾ സിത്രയിലുള്ള കോവൈ ദർബാറിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ ഇതാ ഇവിടെ എത്തി. ഗ്രിൽഡ് ചിക്കനും തന്തൂരിയും ഒക്കെ റെഡിയാവുകയാണ്. ഇപ്പോൾ കൂടുതലും പാർസലാണ് ആളുകൾ വാങ്ങാറുള്ളത്. അത്യാവശ്യമുള്ളവർ മാത്രം അകത്ത് കയറി ഇരുന്ന് ഭക്ഷണം കഴിക്കും. ഇവരൊക്കെ തന്തൂരിയും ഗ്രിൽഡ് ചിക്കനും ഒക്കെ തയ്യാറാക്കുന്ന തിരക്കിലാണ്. കടയുടെ ഉള്ളിലേക്ക് കയറാം. കയറുന്നിടത്ത് തന്നെ ഐസ്ക്രീം വെച്ചിട്ടുണ്ട്. ബച്ചു അതാ ഐസ്ക്രീം എല്ലാം നോക്കിയിരിക്കുന്നുണ്ട്, എന്തെല്ലാം ഐസ്ക്രീം ഉണ്ടെന്നൊക്കെ. ഇത് ഉപ്പയാണ്. ഉപ്പ കാഷ്യറിലിരിക്കുന്നുണ്ട്. ഇവരൊക്കെ ഉപ്പയ്ക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്ത് ഉപ്പയുടെ കൂടെ നിൽക്കുന്നവരാണ് കേട്ടോ. ഇവിടെ കുറച്ച് വലിയൊരു അക്വേറിയം കൂടിയുണ്ട്. ഞാൻ കുഞ്ഞുനാൾ തൊട്ട് വരുമ്പോഴേ ഈ അക്വേറിയം കാണാം. ഇതാണ് ഡൈനിങ് ഏരിയ. ഇത് കൂടാതെ ഒരു AC ഹാള് കൂടിയുണ്ട്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഫുഡാണ് ഇവിടെ കൂടുതലും പ്രിപ്പറേഷൻ ചെയ്യുന്നത്. AC ഹാളിലേക്ക് പോകാം. അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം. മറിയക്കുട്ടിയും ജനിമോളും ബച്ചുവും ഒക്കെ ഉപ്പപ്പയുടെ റെസ്റ്റോറൻറ്റിൽ വന്ന സന്തോഷത്തിലാണ്. 3 പേർക്കും ഉപ്പപ്പ ഓരോ കണ്ണടയും വാങ്ങി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇട്ടാണ് ഇരിപ്പ്. ഫുഡിനായി വെയിറ്റ് ചെയ്യുകയാണ്. മറിയക്കുട്ടി 7up ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ അടി കൂടുകയാണ്.
നാട്ടിൽ നമ്മൾ തലശ്ശേരി ബിരിയാണി, കോഴിക്കോടൻ ബിരിയാണി എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ ഒരു ഫേമസ് പ്ലേസ് ആണ് ചെട്ടിനാട്. അതുകൊണ്ട് തന്നെ ചെട്ടിനാട് ബിരിയാണിയും വളരെ ഫേമസ് ആണ്. അരീക്കയുടെ പ്രിപ്പറേഷൻ ആണ്, എന്തായാലും ടേസ്റ്റ് ചെയ്യാം. ചെട്ടിനാട് ബിരിയാണി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ പേര് കേട്ട ഒരു ബിരിയാണി തന്നെയാണ്. നല്ല സ്പൈസി ആൻഡ് ടേസ്റ്റി ബിരിയാണി തന്നെയാണ് കേട്ടോ ചെട്ടിനാട്. ഇനി നിങ്ങളെന്തായാലും റെസ്റ്റോറൻറ്റിലൊക്കെ പോവുകയാണെങ്കിൽ ചെട്ടിനാട് ഫിഷ് ബിരിയാണിയോ ചെട്ടിനാട് ചിക്കൻ ബിരിയാണിയോ ഒക്കെ വാങ്ങി കഴിച്ചു നോക്കൂ. മറിയക്കുട്ടിക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു, അവൾ തനിയെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഫിഷ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൂന്ന് നിലകളിലായിട്ടാണ് കോവൈ ദർബാറിൻ്റെ ബിൽഡിംഗ് ഉള്ളത്. ഇത് ഏറ്റവും മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ലോട്ടസ് ഐ ഹോസ്പിറ്റൽ, അതുപോലെ പാസ്പോർട്ട് ഓഫീസ്, കോവൈ മെഡിക്കൽ എല്ലാം ഉള്ളത്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ അരവിന്ദ് ഐ ഹോസ്പിറ്റൽ. ഒരുപാട് മലയാളീസ് വരാറുണ്ട് ട്രീറ്റ്മെൻറ്റിനായിട്ട്. അരവിന്ദ് ഹോസ്പിറ്റലും എയർപോർട്ട് റോഡും ഒക്കെ ലെഫ്റ്റ് സൈഡിലായിട്ടാണുള്ളത്. ഇതിൻ്റെ ഒക്കെ നടുവിലായിട്ടാണ് നമ്മുടെ കോവൈ ദർബാർ ഫാമിലി റെസ്റ്റോറൻറ്റ് ഉള്ളത്. നിങ്ങൾ ഇതുവഴിയെല്ലാം പോകുമ്പോൾ കോവൈ ദർബാർ റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കാൻ മറക്കരുത്. വളരെ ടേസ്റ്റി ആൻഡ് വെറൈറ്റി ഫുഡാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്നിങ്ങനെ റോഡിലേക്ക് നോക്കാൻ നല്ല ഭംഗിയാണ്. ടൈം പോകുന്നതേ അറിയില്ല. ഇവർ ബിൽഡിങ്ങിൽ ഒരു ഫൈനാൻസ് നടത്തുന്നവരാണ്. ഉപ്പയ്ക്ക് നല്ല വേണ്ടപ്പെട്ടവരാണ്. ഞങ്ങളോടൊക്കെ വളരെ സ്നേഹമുള്ളവരാണ്. നേരം ഇരുട്ടി തുടങ്ങി. ഞങ്ങളിനി തിരിച്ച് കോവൈ ദർബാർ നെഹ്റു നഗറിലേക്ക് പോവുകയാണ്.